കോഴിക്കോട് കോർപ്പറേഷനിൽ മെൻസ്ട്രൽ കപ്പ് വിതരണത്തിൽ ഗുരുതര വീഴ്ച. സ്ത്രീകൾക്കായുള്ള ആരോഗ്യ ശുചിത്വ പദ്ധതിയുടെ ഭാഗമായി വലിയ ചെലവിൽ വാങ്ങിയ മെൻസ്ട്രൽ കപ്പുകളുടെ വിതരണം കാര്യക്ഷമമായി നടക്കാത്തതായി ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവന്നു. 1.77 കോടി രൂപ ചിലവഴിച്ച് വാങ്ങിയ 59,338 കപ്പുകളിൽ 90% വിതരണം ചെയ്യാതെ കിടക്കുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 3 മാസത്തിനിടെ 6,008 മാത്രമാണ് വിതരണം നടന്നത്. ആകെ കപ്പുകളിൽ 53,594 എണ്ണം വിതരണം ചെയ്യാതെയാണ് ശേഷിക്കുന്നത്. വിതരണത്തിൽ വീഴ്ച വന്ന കാര്യം നിർവഹണ ഉദ്യോഗസ്ഥരും അംഗീകരിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ആദ്യഘട്ടത്തിൽ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥിനികൾ, സർക്കാർ ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരെ ലക്ഷ്യമിട്ടാണ് പദ്ധതി ആരംഭിച്ചത്. എന്നാൽ പിന്നീട് ഇത് നഗരപരിധിയിലെ സ്ത്രീകൾ എന്ന രീതിയിൽ മാത്രമാക്കി മാറ്റി. ഈ മാറ്റവും വ്യക്തമായ പദ്ധതി അഭാവവും വിതരണത്തെ ബാധിച്ചതായി ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. HLൽ നിന്നാണ് 1.77 കോടി രൂപയ്ക്ക് കപ്പുകൾ വാങ്ങിയത്. 2025 ഏപ്രിൽ 30 പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ തുടർന്ന് വെറും 3 മാസങ്ങൾ മാത്രമാണ് വിതരണം നടന്നത്. 2024 മാർച്ചിൽ നിർമ്മിച്ച ഈ കപ്പുകൾക്ക് 2029 ഫെബ്രുവരി വരെയാണ് കാലാവധി. ഓരോ വാർഡിലും 438 കപ്പുകൾ വിതരണം ചെയ്യാനായിരുന്നു പദ്ധതി. എന്നാൽ 15 വാർഡുകളിലായി 5,744 കപ്പുകൾ മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇതിലൂടെ പദ്ധതി ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനായില്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആരോഗ്യ ശുചിത്വ മേഖലയിലെ മറ്റു പദ്ധതികളിലും വീഴ്ചകൾ ഉണ്ടായതായി റിപ്പോർട്ട് പറയുന്നു. നഗരത്തിൽ സ്ഥാപിച്ച ഇരട്ട ബിൻ പദ്ധതിയിൽ 5.96 ലക്ഷം രൂപയുടെ അധിക ചിലവ് വന്നിട്ടുണ്ട്. 1.5 കോടി രൂപയുടെ പദ്ധതിയിൽ വിതരണ ഏജൻസിയെ തന്നെ ബിൻ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും അത് നടപ്പായില്ല. പിന്നീട് വേറെ ടെൻഡർ വിളിച്ച് സ്ഥാപനം നടത്തിയതോടെയാണ് അധിക ചിലവുണ്ടായത്. ബിന്നുകൾ എവിടെ സ്ഥാപിക്കണം എന്നതിൽ പോലും മുൻകൂർ പഠനം നടത്തിയില്ല എന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ആസൂത്രണത്തിലെ പിഴവുകൾ മൂലം പദ്ധതികൾ ലക്ഷ്യത്തിലെത്തിയില്ലെന്നും സാമ്പത്തിക നഷ്ടമുണ്ടായെന്നും ഓഡിറ്റ് റിപ്പോർട്ട് കുറ്റപ്പെടുത്തി. വലിയ തുക ചെലവഴിച്ചിട്ടും ഫലപ്രാപ്തി കൈവരിക്കാത്ത പദ്ധതികൾ ഭരണ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെ ചോദ്യം ചെയ്യുന്നു. ഭാവിയിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് വ്യക്തമായ പഠനവും കൃത്യമായ നടപ്പാക്കലും അനിവാര്യമാണ് എന്നതാണ് ഈ റിപ്പോർട്ട് നൽകുന്ന പ്രധാന സന്ദേശം.